നമസ്കാരം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ട്രംപ് ഗ്ലോബൽ ടാരിഫ് 15% ഉയർത്തി. തീരുമാനം സുപ്രീം കോടതി തീരുമാനത്തിന് പിന്നാലെ. അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ വിപുലമായ എമർജൻസി ടാരിഫുകൾ നിരസിച്ചതിനു പിന്നാലെ പ്രസിഡന്റ് ട്രംപ് ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 15% ടാരിഫ് നടപ്പാക്കി. ഉടൻ പ്രാബല്യത്തിൽ എന്ന നിലയിലാണ് നീക്കങ്ങൾ. EU രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിലകളെയും വിപണിയെയും ഇത് ഏത് താരത്തിലെല്ലാം ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് നിരീക്ഷകർ. സുപ്രീം കോടതി തീരുമാനപ്രകാരം അനധികൃതമായി കണക്കാക്കിയ ടാരിഫുകൾ ഇനി ശേഖരിക്കില്ലെന്ന് US കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. പഴയ ടാരിഫുകൾക്കുള്ള റീഫണ്ട് സാധ്യതകളും ചർച്ചയായേക്കുമെന്നു കരുതുന്നു. ബിസിനസ്സുകൾക്ക് ആശ്വാസവും അനിശ്ചിതത്വവും ഒരുപോലെ എന്നതാണ് സ്ഥിതി. നോവോ നോർഡിസ്കിന്റെ ഒബസിറ്റി ഡ്രഗ് ട്രയലിൽ എലി ലില്ലിയോട് പിന്നിൽ. ലോകത്തെ ഏറ്റവും വലിയ ഭാരം കുറയ്ക്കൽ മരുന്ന് വിപണിയിൽ. നോവോ നോർഡിസ്കിന്റെ പുതിയ ഡ്രഗ് കാഗ്രിസമ എലി ലില്ലിയുടെ മരുന്നിനോട് തോറ്റു. ഈ ഫലം ഫാർമ കമ്പനികൾക്കിടയിലെ മത്സരം കൂടുതൽ രൂക്ഷമാക്കി. ആമസോൺ വാൽമാർട്ടിനെ മറികടന്നു. വാർഷിക വരുമാനത്തിൽ ആദ്യമായി. ഓൺലൈൻ റീറ്റെയിൽ രാജാവായ ആമസോൺ ആദ്യമായി വാൽമാർട്ടിനേക്കാൾ കൂടുതൽ വാർഷിക വരുമാനം നേടി. ലോജിസ്റ്റിക്സും ഡിജിറ്റൽ ഷോപ്പിംഗും ലോക റീറ്റെയിൽ മാറ്റിമറിച്ചു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ മാറ്റിവെച്ചു. ട്രംപ് ടാരിഫ് പ്രതിസന്ധി. ട്രംപിന്റെ ടാരിഫ് നയങ്ങളും സുപ്രീം കോടതി തീരുമാനവും കാരണം ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യൻ നെഗോഷിയേറ്റർമാർ US-ലേക്ക് പോകുന്നത് മാറ്റി. ഭാവിയിലെ കരാറുകൾ അനിശ്ചിതത്വത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.